പുതുതായി ഉദ്ഘാടനം ചെയ്ത വന്ദേ ഭാരത് ട്രെയിനുള്ളിൽ ചില വിദ്യാർത്ഥികൾ മതപരമായ ഒരു വരി പോലും ഇല്ലാത്ത, അന്യമത വിദ്വേഷമില്ലാത്ത ഗണഗീതം പാടിയതിന് നമ്മുടെ കൊച്ചു കേരളത്തിൽ നടന്ന പൊല്ലാപ്പെല്ലാം നമ്മൾ കണ്ടതാണ്. വിദ്യാഭ്യാസ മന്ത്രിയുടെ വെപ്രാളപ്പെട്ടുള്ള അന്വേഷണത്തിന് ഉത്തരവിടലും മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാക്കളുടെയും ഉൾപ്പെടെയുള്ള കടുത്ത ഭാഷയിലുള്ള വിമർശനവും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോഴിതാ എല്ലാ സ്കൂളുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുമൊക്കെ വന്ദേ മാതരം ആലപിക്കുന്നത് നിർബന്ധമാക്കി ഒരു ഉത്തരവ് വന്നിരിക്കുകയാണ്. കേരളത്തിലെ മതേതരവാദികൾ പേടിക്കാൻ വരട്ടെ, ഇതിങ്ങ് കേരളത്തിലല്ല, അങ്ങ് UP-യിലാണ്. ഇപ്പോ ഒരു ചെറിയ ആശ്വാസമില്ലേ? ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച ഈ ദേശീയ ഗാനത്തിന്റെ 150-ാം വാർഷികത്തിന്റെ ഭാഗമായി ഗോരഖ്പൂരിൽ നടന്ന ഏകതാ യാത്ര പരിപാടിയിലാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഈ പ്രഖ്യാപനം നടത്തിയത്. ദേശീയ ഗാനമായിട്ടുള്ള വന്ദേ മാതരത്തോട് ആദരവുണ്ടായിരിക്കണം, അത് ഞങ്ങൾ എല്ലാ സ്കൂളുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ആലപിക്കുന്നത് നിർബന്ധമാക്കാൻ പോകുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അതേസമയം പശ്ചിമ ബംഗാളിൽ കൊൽക്കത്ത നഗരത്തിൽ നടത്തിയ ഏകതാ മാർച്ചിന് ഗവർണർ CV ആനന്ദ ബോസ് ആയിരുന്നു നേതൃത്വം നൽകിയത്. കൊൽക്കത്തയിൽ ഇന്ത്യൻ മ്യൂസിയം സംഘടിപ്പിക്കുന്ന വന്ദേ മാതരം മാർച്ച് അഥവാ ഏകതാ മാർച്ച് ഇന്ത്യൻ മ്യൂസിയം മുതൽ നഗരത്തിന്റെ ഹൃദയഭാഗത്തിലുള്ള രാജ്ഭവൻ വരെയായിരിക്കും. വന്ദേ മാതരത്തിന് ആദരവർപ്പിക്കുന്ന ഈ മാർച്ചിൽ ആയിരക്കണക്കിന് കുട്ടികൾ പങ്കെടുക്കും. 1875-ൽ ബങ്കിം ചന്ദ്ര ചാറ്റർജി അക്ഷയ നവമി നാളിൽ രചിച്ചതാണ് നമ്മുടെ ദേശീയ ഗാനമായിട്ടുള്ള വന്ദേ മാതരം. ആനന്ദമഠം എന്ന നോവലിന്റെ ഭാഗമായി ബംഗദർശൻ എന്ന സാഹിത്യ മാഗസിനിൽ ആദ്യമായി പ്രസിദ്ധീകരിച്ച ഈ ഗാനം കൊളോണിയൽ കാലഘട്ടത്തിലെ ഇന്ത്യയുടെ ചെറുത്തുനിൽപ്പിന്റെയും ഉണർവിന്റെയും പ്രതീകമായി മാറി. പിന്നീട് നാഷണൽ ആന്തമായി തിരഞ്ഞെടുക്കപ്പെടുന്നതിന് വേണ്ടി വന്ദേ മാതരം പരിഗണിച്ചപ്പോൾ അതിലെ വരികൾ ഭാരതത്തിനെ മാതൃഭൂമിയായി വർണ്ണിക്കുന്നത് ഇന്ത്യയുടെ മതേതരത്വത്തിനെയും നിരപേക്ഷതയും ബാധിക്കുമെന്ന് ചിലർ ചൂണ്ടിക്കാട്ടി അത് ഉപേക്ഷിക്കുകയായിരുന്നു. ചില മതവിഭാഗങ്ങൾക്ക് വന്ദേ മാതരത്തിലെ ചില വരികൾ ബുദ്ധിമുട്ടുണ്ടാക്കിയതിനാൽ ആ വരികൾ നീക്കം ചെയ്ത് റീഎഡിറ്റ് ചെയ്തെങ്കിലും വന്ദേ മാതരത്തിനോട് അവർ മുഖം തിരിച്ചു തന്നെ നിന്നു. അങ്ങനെ ജനഗണമന നമ്മുടെ നാഷണൽ ആന്തമായി തിരഞ്ഞെടുക്കപ്പെട്ടു. എന്തായാലും ഇതൊന്നും കാണാൻ ബങ്കിം ചന്ദ്ര ചാറ്റർജി ഉണ്ടാകാതെ പോയത് എന്തുകൊണ്ടും നന്നായി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.